നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. കേരള വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാണ്. പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ല. ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും ലീഗ് നേതാവ് PK ഫിറോസും സഞ്ചരിച്ച വാഹനത്തിലെ ട്രോളി ബാഗുകൾ ഇന്നലെ രാത്രി പോലീസ് പരിശോധിച്ചു. ഷാഫിയുടെ വാഹനത്തിലാണ് പരിശോധന നടന്നത്. പ്രചാരണം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പോലീസ് വാഹനം തടയുകയായിരുന്നു. തങ്ങൾ പെട്ടെന്ന് MPമാരായി പൊട്ടിമുളച്ചതല്ലെന്ന് ഷാഫി പറമ്പിൽ പറയുന്നത് വീഡിയോയിൽ കാണാം. ഷാഫിയുടെയും രാഹുലിന്റെയും പെട്ടികൾ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഇതിൽ വസ്ത്രങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിനിടെ ജനപ്രതിനിധികൾ ചോദ്യം ചോദിച്ചു. ഞങ്ങൾ MLAയും MPയുമാണെന്ന് അറിയില്ലേ എന്നും ചോദിച്ചു. എന്നാൽ അറിയില്ലെന്നായിരുന്നു പോലീസുകാരുടെ മറുപടി. ഇത് നേതാക്കളെ ചൊടിപ്പിച്ചു. കാണിച്ചു തരാമെന്ന് പോലീസുകാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മറുപടിയും നൽകി. കോൺഗ്രസുകാരെ പോലീസ് ബോധപൂർവ്വം അപമാനിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വെബ്സൈറ്റും സമൂഹ മാധ്യമ പേജുകളും കൈകാര്യം ചെയ്യുന്ന PR ടീമിന്റെ ശമ്പളം 5% വർദ്ധിപ്പിച്ചു. 1200 മുതൽ 3750 രൂപ വരെയാണ് ജീവനക്കാരുടെ മാസശമ്പളത്തിൽ വരുത്തിയ വർധന. കരാറടിസ്ഥാനത്തിൽ 2022 മെയ് 6 മാസത്തേക്ക് CDT വഴി നിയമിക്കപ്പെട്ട ജീവനക്കാർക്ക് പലതവണയായി കരാർ കാലാവധി നീട്ടി നൽകിയിരുന്നു. ഏറ്റവും ഒടുവിൽ 2024 നവംബറിൽ 1 വർഷത്തേക്ക് നീട്ടി നൽകി. അവരെ സ്ഥിരപ്പെടുത്താനും അണിയറ നീക്കം സജീവമാണ്. ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചെലവുകളെങ്കിൽ മൈക്രോസോഫ്റ്റ് എക്സിലും ടാലിക്കും വേണ്ടി വീണ വിജയനും എക്സാലോജിക്കും കരിമണൽ കർത്തായിൽ നിന്ന് മാസം തോറും 8 ലക്ഷം രൂപ കൈപ്പറ്റിയത് ഒട്ടും കൂടുതലല്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്ന VT ബൽറാമിന്റെ പോസ്റ്റ് വൈറലായിട്ടുണ്ട്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം തുടരുന്നു. ഇതുവരെ 200 പേർ സാമ്പിൾ നൽകി. അപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഉടൻ അഹമ്മദാബാദിലെത്തും. DNA സാമ്പിളുകൾ നൽകിയാലും പരിശോധന പൂർത്തിയാക്കാൻ 72 മണിക്കൂർ വേണ്ടിവരുമെന്നാണ് സൂചന. അപകടം അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. വിമാന അപകടത്തിന്റെ കാരണമെന്തെന്ന് സമിതി അന്വേഷിക്കും. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നും സമിതി നിർദ്ദേശിക്കും. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷൻ. കൊച്ചി പുറംകടലിൽ മുങ്ങിയ ലൈബീരിയൻ ചരക്ക് കപ്പൽ MSC എൽസ 3യുടെ ക്യാപ്റ്റനും മറ്റ് ചില ജീവനക്കാർക്കും കോവിഡ്. ഇതോടെ കപ്പൽ മുങ്ങിയതിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ തുടർ നടപടികൾ വൈകുന്നു. കോവിഡ് ബാധിതരായ ഇവർ കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇവർക്കില്ല. എങ്കിലും കോവിഡ് മാറിയ ശേഷമേ ഇവർ പോലീസ് ചോദ്യം ചെയ്യൂ. അട്ടപ്പാടിയിൽ ഭൂമിയും വീടുമില്ലാത്ത പട്ടികജാതി കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ സർക്കാർ പണം ചെലവിട്ട് വാങ്ങിയ ഭൂമി അനധികൃതമായി തട്ടിയെടുത്ത് പകരം ഉപയോഗശൂന്യമായ ഭൂമി നൽകിയെന്ന പരാതി വിജിലൻസ് അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഉത്തരവ് പുറപ്പെടുവിച്ചു. വീട്ടുകാർ ആശുപത്രിയിൽ പോയ നേരത്ത് വീട് കത്തിച്ച് നശിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ പത്തനംതിട്ട പോലീസ് പിടികൂടി. നരിയാപുരം ഇണ്ടിളിയപ്പൻ ക്ഷേത്രത്തിന് സമീപം K. ഭരത് കുമാറിന്റെ വീട് കത്തിച്ച പ്രതിയാണ് പിടിയിലായത്. ഭരത് കുമാറിന്റെ അയൽവാസിയായ രതീഷ് ഭവനം വീട്ടിൽ രതീഷ് ചന്ദ്രനെയാണ് പത്തനംതിട്ട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഭാരതാംബ വിവാദത്തിൽ ഗവർണർക്ക് ശുപാർശ നൽകാനൊരുങ്ങി സർക്കാർ. ഔദ്യോഗിക പരിപാടികൾ നിശ്ചയിക്കപ്പെട്ട രീതിക്ക് ഭിന്നമായ ബിംബങ്ങളും ചിത്രങ്ങളും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ശുപാർശ. കൃഷി വകുപ്പിന്റെ റിപ്പോർട്ടിൽ ചീഫ് സെക്രട്ടറി നടപടി തുടങ്ങി. വിഷയത്തിൽ പൊതുഭരണ വകുപ്പിനോടും നിയമവകുപ്പിനോടും നിർദ്ദേശം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട് അടങ്ങിയ ഫയലിലാണ് ചീഫ് സെക്രട്ടറി നിർദ്ദേശം ആവശ്യപ്പെട്ടത്. അഭിപ്രായം ലഭിച്ച ശേഷം മന്ത്രിസഭ തീരുമാനമെടുത്ത് ഗവർണറെ അറിയിച്ചേക്കും. കൊച്ചിയിലെ തൃപ്പൂണിത്തറയ്ക്കടുത്തുള്ള ഉദയംപേരൂരിൽ ഒരു പെന്തക്കോസ്റ്റ് സംഘം സംഘടിപ്പിച്ച 40 ദിവസത്തെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ ഇന്ത്യൻ ദേശീയ പതാകയ്ക്കൊപ്പം പാകിസ്ഥാൻ ചൈനീസ് പതാകകൾ ഉയർത്തിയിരുന്നു. കണ്ടനാട്ടിലെ ജീസസ് ജനറേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഭവം ഒരു സാമൂഹ്യ പരിപാടിക്കായി എത്തിയ ഒരു പ്രദേശവാസി പതാകകൾ കണ്ട് പൊതുജനങ്ങളെ അറിയിച്ചതോടെയാണ് പുറം ലോകം അറിഞ്ഞത്. ചൈന സന്ദർശനത്തിനിടെ പാകിസ്ഥാൻ പതാക വാങ്ങിയതായി ബ്രദർ ദീപു പോലീസിനോട് പറഞ്ഞു. ദീപു ജേക്കബിനെ ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു പിന്നീട് വിട്ടയച്ചു. സംഭവത്തിലേക്ക് ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIAയുടെ ശ്രദ്ധ ക്ഷണിക്കുമെന്ന് BJP നേതാവ് ശ്രീകുട്ടൻ തുളത്തിൽ പറഞ്ഞു. സഹോദരൻ ദീപുവിന്റെ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് അന്വേഷണം നടത്തുമെന്നും ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നു. ഒരു കാലത്ത് ഇയാൾ ഒരു സാധാരണക്കാരനായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊച്ചിയിൽ ഒരു വലിയ എയർ കണ്ടീഷൻ ചെയ്ത ഓഡിറ്റോറിയവും നിരവധി വാണിജ്യ സ്വത്തുക്കളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയ ബന്ധു ലിവിയ ജോസ് മുംബൈയിൽ വിമാനമിറങ്ങിയപ്പോൾ പിടിയിലായി. ഷീലയുടെ ഇറ്റലി യാത്ര മുടക്കാനായി ലഹരിക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ്
ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ ദുബായിലേക്ക് കടന്നു. ഷീലയെ കുടുക്കാൻ ലിവിയയുടെ സുഹൃത്തായ നാരായണദാസിനെ ഉപയോഗിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. മുഖ്യപ്രതി തൃപ്പൂണിത്തറ എരൂർ സ്വദേശി MN നാരായണദാസിനെ ബംഗളൂരുവിൽ നിന്ന് നേരത്തെ പിടികൂടിയിരുന്നു. ഇന്റർപോൾ സഹായത്തോടെ ലിവിയെ പിടിക്കാൻ പോലീസ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് ലിവിയ നാട്ടിലേക്ക് മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, നമസ്തേ തിരുവനന്തപുരം.